ഗൈസ് ആദ്യമായിട്ട് പുനർജനി നോക്കാൻ പോകുന്നു. സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് മോരുവെള്ളം കുടിച്ചിട്ട് നടക്കാം. നമുക്കൊരു 1 കിലോമീറ്റർ അടുത്തോളം നടക്കാനുണ്ട്. കാടും മലയും താണ്ടി അവിടെ സാധാ വേലാപൂരത്തിനൊക്കെ വരുന്ന പോലെ കച്ചവടക്കാരുണ്ട്. ഐസ്ക്രീം, കളിപ്പാട്ടങ്ങൾ, അലുവ, പൊരി എല്ലാം ഇവിടെ ഉണ്ട്, സജ്ജമാണ്. വെള്ളം കടലേക്കുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ചെക്കനെ കൂട്ടുകാരനെ കണ്ടുപിടിച്ച് രാകേഷ് ചെക്കനെ കണ്ടപ്പോൾ ഹാപ്പി ആയി. മെഡിറ്റേഷൻ്റെ എന്തിൻ്റെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നോക്കാൻ നിന്നില്ല. ഞങ്ങൾ നേരെ മേലോട്ട് നടന്നു. അതിനാണ് നമുക്കെന്നാ ചെയ്യാം. 2 കൈ മെഡലിൽ തുറന്ന് വെച്ച് ഒന്ന് കണ്ണടച്ച് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 ക്യൂ ആയിട്ടാണ്. ഒന്ന് പുനർജനി നൂഴാനും 2 പുനർജനിയിലെ വിളക്ക് കണ്ട് തൊഴാനുമാണ്. ഗായ്സ്, നമ്മൾ ആദ്യം വിളക്ക് കണ്ട് തൊഴുതാനാണ് ക്യൂ നിൽക്കുന്നത്. പിന്നെ നമുക്ക് ഈ വിളക്ക് കണ്ട് തൊഴുതിയ ശേഷം നമുക്ക് പുനർജനി ഇവിടെ ടോപ്പ് മേലെ നൂഴ്ന്ന് മേലെ എത്തുന്ന ഭാഗത്ത് പോയി നിന്ന് നമുക്ക് കാണാം ആൾക്കാർ എങ്ങനെയാണ് നൂഴ്ന്ന് വരുന്നത് എന്നൊക്കെ കാണാം. ഇപ്പോൾ ഏതോ 1-2 പേരെന്തോ കുടുങ്ങിയത് കൊണ്ട് സമയം നല്ലോണം വൈകി. നമുക്കതുപോലെ തന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ചപ്പാത്തി, കപ്പ, അങ്ങനെ നമ്മുടെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ക്ഷീണം വരുന്നവർക്കൊക്കെ എന്തെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം. നമ്മൾ ഈ ക്യൂ നിൽക്കുന്ന എൻ്റെ വഴിയാണ് മേലോട്ട് പോകണം. മേലോട്ടേക്ക് ഒരു 100 മീറ്റർ 200 മീറ്ററോളം നടക്കാനുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എങ്ങനെ സ്ഥലം കാര്യങ്ങളൊക്കെ. നമുക്ക് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആഞ്ജനേയൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്ന പുനർജനി എത്താം. ആ വഴി നടന്നു വരാം. ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി മാർഗമാണെങ്കിൽ തിരുവില്ലാമല വഴിയും വരാം. മലേശമംഗലം റൂട്ടാണെന്ന് മാത്രം. പാലക്കാട് നിന്ന് വരുന്നവർക്ക് മലേശമംഗലം റൂട്ടും ഒറ്റപ്പാലം വരുന്നവർക്ക് തിരുവില്ലാമല മലേശമംഗലം റൂട്ടുമാണെന്ന് മാത്രം. ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീം സജ്ജമാണ്. നമുക്ക് വെള്ളത്തിനാണെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലും എല്ലാത്തിനും പോലീസും ദേവസ്വം ബോർഡും ഒക്കെ സജ്ജമായ ടീമാണ്. പിന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ ഇതുവരെ ആരും കുടുങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ തുടക്കം കയറുന്നവർ ചിലപ്പോൾ നല്ല പാനിക്കാവും. അങ്ങനെ അവർ പേടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ കുറച്ച് ടൈമൊക്കെ ലാഗാവുക.
ആൾക്കാർ പഠിക്കുന്നത് അതിനവര്